ഹായ് ഫ്രണ്ട്സ്, പത്തനംമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ദേവയാനി ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അവളെ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോ? എൻ്റെ വീട്ടിലോ? എന്താ അമ്മ പറയുന്നേ? നീ എടുത്തു കൊടുത്ത വീടല്ലേ, അപ്പം നിൻ്റെ വീടല്ലാതെ അവരുടെ വീടാവോ? അവർ താമസിക്കുമ്പോൾ അത് അവരുടെ വീടല്ലേ അമ്മേ? നീ എന്നോട് സത്യം പറ, നീ ആ വീട് അവർക്ക് വാങ്ങിക്കൊടുത്തില്ലേ? ഇല്ല, മാലയിട്ടുകൊണ്ട് നീ കള്ളം പറയരുത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വന്നത്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം? അത് അമ്മ പറയുന്നത്, മുത്തശ്ശ, ഞാനെയും അച്ഛനൊക്കെ അമ്മയൊക്കെ ഇപ്പോൾ താമസിക്കുന്ന വീട് ഞാനവർക്ക് വാങ്ങിക്കൊടുത്തതാണെന്ന്. അത് കേട്ട് മുത്തശ്ശൻ പറയാണ്, വാങ്ങിക്കൊടുത്തിട്ടില്ല, പക്ഷേ വാങ്ങിക്കൊടുക്കും. ഞാനാ വാങ്ങിക്കൊടുക്കാൻ പോകുന്നത്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചിട്ടില്ല? 2 പെൺകുട്ടികളെയും ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വിട്ടവരവർ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നല്ലേ നമുക്കൊരു സഹായം ഉണ്ടാവേണ്ടത്? നമുക്കിനി എന്ത് സഹായ ദേവയാനി വേണ്ടത്? നീ എടുപ്പത് പൊന്നുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അതെല്ലാം ഇപ്പോഴും നിൻ്റെ കയ്യിൽ തന്നെയല്ലേ? കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടിയത്, അതെല്ലാം ഇപ്പോൾ നിൻ്റെ പേരിൽ തന്നെയല്ലേ? ഇവിടെ ആർക്കും സ്വത്തിൻ്റെ ആവശ്യമേ. കയറി വരുന്ന പെൺകുട്ടികൾക്ക് മനുഷ്യപ്പറ്റുണ്ടാവണം, അത്രയേ ഉള്ളൂ. അവൾക്ക് വിശേഷമില്ലെന്ന് പറഞ്ഞത് സത്യമാണല്ലോ. അവർക്ക് ഒന്നിച്ച് കഴിയാനുള്ള അവസരം നീ കൊടുത്തിട്ടില്ല. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നത് നല്ലത്. ഇങ്ങനെ ചോദിക്കാതിരിക്കും? ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഓഫീസിൽ നിന്നും ഓടി അവളുടെ അടുത്തെത്തും. നിൻ്റെ അച്ഛനും നമ്മുടെ വീട്ടുകാരുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധത്തിലാണ്. എന്നിട്ടും നീ കണ്ടിട്ടുണ്ടോ നിൻ്റെ അച്ഛൻ ഏതു നേരവും ഭാര്യ വീട്ടിൽ കിടന്ന് കറങ്ങുന്നത്? കേട്ട മുത്തശ്ശൻ പറയാണ്, ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. നീ നിൻ്റെ ഭർത്താവിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് നയനമോള് ഇവന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മോളുടെ വീട്ടുകാരും. അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവൻ മോളുടെ വീട്ടിലേക്ക് പോകുന്നത്. നിൻ്റെ വീട് പോലെ അത്ര ദൂരവും ഇല്ലല്ലോ നയനമോളുടെ വീട്ടിലേക്ക്. ഇവിടെ അടുത്തല്ലേ, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യാം. എന്തിനും ന്യായീകരണം ഉണ്ടല്ലോ അച്ഛാ. 41 ദിവസം വ്രതമെടുത്ത് ഞാനുൾപ്പെടെ എല്ലാവരും ഈ വീട്ടിൽ നിന്നും മലയ്ക്ക് പോകണം എന്ന് പറഞ്ഞത് നീയാണ്. അങ്ങനെ നീ പറഞ്ഞതിന് ശേഷം നിനക്ക് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അത് ഭഗവാൻ നിന്നെ പരീക്ഷിച്ചതാണെന്ന് വേണം കരുതാൻ. എന്നെ അങ്ങനെ ഭഗവാൻ പരീക്ഷിക്കേണ്ട കാര്യം എന്താ? അത് നീ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. നീ എന്തായാലും ജയനോ അജയനോ ഇവനോ നയനമോളുടെ വീട്ടുകാരെ തള്ളിപ്പറയില്ല. അങ്ങനെ തള്ളിപ്പറയാൻ ഇവർക്ക് പറ്റില്ല. പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ അത് നിന്നെ തൃപ്തിപ്പെടുത്താൻ മാത്രമായിരിക്കും. അവൾ ഈ വീട്ടിൽ ജീവിക്കേണ്ട കുട്ടിയാണെന്ന് മറ്റുള്ളവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നീ ഉൾപ്പെടെ മറ്റു ചിലർക്ക് മാത്രമാണ് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞില്ലേ, നീ വന്നപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ കാരണവരായ ഞാനെടുക്കുന്ന തീരുമാനവും സത്യമാണെന്നും. അങ്ങനെയെങ്കിൽ നിനക്കിവിടെയും ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചൂടെ? ഈ ഒരു കാര്യത്തിൽ മാത്രം അച്ഛൻ്റെയും ഇവൻ്റെയും വാക്കുകൾ എനിക്ക് കാര്യത്തിലെടുക്കാൻ പറ്റുന്നില്ല. അമ്മേ, ജ്യൂസ് കുടിക്ക് എന്ന് പറഞ്ഞ് അപ്പോഴാണ് അനാമിക അങ്ങോട്ടേക്ക് വന്നത്. അത് കൊണ്ടുവച്ച് വല്യമ്മയെ അങ്ങോട്ടേക്ക് കയറ്റിക്കെടുത്തുമൊക്കെ ചെയ്യാണ്. അപ്പോൾ വല്യമ്മ പറയാണ്, എൻ്റെ മരുമകളല്ല, അനാമിക മോൾ എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന സമയത്താണ് എനിക്ക് എൻ്റെ മരുമകൾ അടുത്തുണ്ടെന്ന് തോന്നുന്നത്. ഇതിനാ മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? കേട്ട ആദർശ് പറയാണ്, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതൊക്കെയോ? ഇനിയെങ്കിലും നയനമോളെ വെറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. നയനമോളെ എത്രത്തോളം നീ വെറുക്കുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ നീ നേരിടേണ്ടി വരും. അത് നീ മനസ്സിൽ വെച്ചോ. കേട്ട് അനാമിക പിന്നെയും പറയാണ് വല്യമ്മയോട്, അവർ ഏറ്റവും കൂടുതൽ മയക്കി വെച്ചിരിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൂടിയാണ്. ആദർശ് പറയാണ്, അതേ, അങ്ങനെ മയങ്ങുന്നവരല്ല മുത്തശ്ശനും മുത്തശ്ശിയും. അത് തിരിച്ചറിയാത്തതാ അനാമികയുടെയും എൻ്റെ അമ്മയുടെയും പരാജയം. അത്രയും പറഞ്ഞ് ആദർശും അവിടെ നിന്ന് പോവാണ്. വല്യമ്മയെ ചാരി പിടിച്ചിരുത്തിയിരിക്കുകയാണ് അനാമിക. അപ്പോൾ വല്യമ്മ പറയാണ്, മോളിതൊന്നും കാര്യമാക്കണ്ട, പറയുന്നവരെന്തും പറഞ്ഞോട്ടെ, എന്നാലും എൻ്റെ നിലപാടിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. അബി വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് ഫോൺ എടുത്തിട്ട് മെസ്സേജ് നോക്കുകയാണ്. അപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുകയാണ് നവ്യ. എടാ, നീ ഇന്ന് വരുമ്പോൾ എനിക്ക് സ്വർണ്ണമോതിരം കൊണ്ടുവരണേ. ഞാൻ തിരിച്ച് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. സ്വർണ്ണമോതിരം അല്ലടി, ഡയമണ്ട് മോതിരാ ഞാൻ നിനക്ക് രാത്രിയിൽ വരുമ്പോൾ കൊണ്ടുവരുന്നത്. അപ്പം തന്നെ നവ്യ ആ മെസ്സേജ് നോക്കുകയാണ്. അപ്പോഴാണ് അവൻ അവിടെ നിന്ന് മോതിരെടുക്കുന്ന ആ സീൻ അവൻ അയച്ചു കൊടുത്തത്. അപ്പോൾ അവനത് ഓണാക്കി നോക്കിയിട്ട് പറയാണ്, ഇത് ഇവൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ തന്നെ നവ്യയെ വിളിക്കുകയാണ് അബി.
എന്ന് പറഞ്ഞ് നവ്യ കോൾ അറ്റൻഡ് ചെയ്യാണ്. ആ പറയടാ, നിനക്ക് എവിടുന്ന ആ വീഡിയോ കിട്ടിയത്? ഇതെന്തിനാ നീ അറിയുന്നേ? ദേ, നീ അത് ആരെയും കാണിക്കരുത്. കാണിക്കാതിരിക്കാനുള്ള കൂലിയാ ഞാൻ ചോദിച്ചത്. സ്വർണ്ണമോതിരം, അതും 2 പവൻ്റെ. എൻ്റെ കയ്യിൽ കാശില്ല നവ്യേ. കാശില്ലെങ്കിൽ അത് ഉണ്ടാക്കണം. മലയ്ക്ക് പോകാൻ മാലയിട്ടവനാ നീ, എന്നിട്ടായി കള്ളത്തരം കാണിക്കുന്നത്. എന്നോട് വെറ്റി വെച്ചിട്ടല്ലേ നീ പോയത്? എന്നിട്ട് വെറ്റിൽ തോറ്റാൽ ഒരു സ്വർണ്ണമോതിരം വാങ്ങിത്തരാമെന്ന് നീ പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പം എന്തോ ഒരു മടി? കുറച്ചുകൂടി തൂക്കം കുറഞ്ഞ മോതിരം പോരെ? നീ ചെയ്ത തെറ്റ് തൂക്കം കൂടിയ തെറ്റാ. ഞാനൊരു സ്വാമിയാ, ആ ബോധം നിനക്കുണ്ടോ? എല്ലാവരും മാലയിട്ടപ്പോൾ കൂടെ മാലയിട്ടു. ഇതിനപ്പുറം എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടോ നിനക്ക്? ശരി ശരി, ഇനിയിപ്പോൾ തർക്കിക്കാൻ ഞാനില്ല. വരുമ്പോൾ മോതിരമായിട്ട് വരാം. അങ്ങനെ വഴിക്ക് വാ. നിൻ്റെയും നിൻ്റെ അമ്മയുടെയും പല കള്ളത്തരങ്ങളും എൻ്റെ മൊബൈലിൽ ഉണ്ട്. കള്ളിയുടെ മോൻ പെരുങ്കള്ളൻ. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം നീ. നിന്നോടൊക്കെ ഇത്രയും മാന്യത മതിയടാ, ഇത് തന്നെ ഒരുപാടാ. ജീവിതത്തിൽ ആരോടും ആത്മാർത്ഥതയില്ല, ദൈവങ്ങളോട് പോലും. പിന്നെ എങ്ങനെയാടാ നന്നാവുന്നേ? അതും പറഞ്ഞ് നവ്യ കോള് കട്ട് ചെയ്തു. അവൻ പറയാണ്, എൻ്റെ അയ്യപ്പസ്വാമി, ശത്രുക്കൾക്ക് പോലും ഇതുപോലുള്ള ഭാര്യമാരെ കൊടുക്കല്ലേ. എന്നെ കാണിക്കുന്നത് അനാമികയുടെ അമ്മ വിളിക്കുകയാണ്. അനാമികയെ, എന്തായി മോളെ? എൻ്റെ അമ്മേ, ഒന്നും പറയണ്ട. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഒരു ഗ്ലാസ് പാല് പോലും ചൂടാക്കി കുടിച്ചിട്ടില്ല. ഇപ്പോൾ ഏതു നേരവും ഞാൻ ആ കരള് കേടായ സ്ത്രീയുടെ പിന്നാലെയാ. പാല് കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ തിരക്കിക്കൊണ്ട് നടക്കുക. എൻ്റെ മോളെ, അതൊക്കെ വലിയ ജോലിയാണോ? ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ കുളി കഴിഞ്ഞ് വരുമ്പോൾ തല തോർത്തി കൊടുക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് ശീലമുള്ളതല്ലല്ലോ അമ്മേ. അതുകൊണ്ട് മോൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. തൽക്കാലം മോള് അവരെ സോപ്പിട്ട് നിൽക്ക്. മരുമോളും അമ്മായിയമ്മയും തമ്മിൽ ശത്രുതയില്ല. അകൽച്ച കൂടി കൂടി വരുന്നതിനനുസരിച്ച് അവൾക്ക് കിട്ടാനുള്ളത് മോൾക്ക് കിട്ടും. അവർ പിന്നെ മോൾക്ക് തന്നെ തരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിക്കുന്നത്. ശരി, വല്യമ്മ വരുന്നുണ്ട്, ഞാൻ കട്ടാക്കുക. കട്ട് ചെയ്തിട്ട് വല്യമ്മയുടെ കൈ പിടിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വല്യമ്മേ, മോളുടെ അമ്മയാണോ വിളിച്ചത്? ആരെ സഹിക്കുന്ന കാര്യം മോൾ പറഞ്ഞത്? വല്യമ്മയ്ക്ക് അറിയത്തില്ല, എന്നെ സ്നേഹിക്കാത്തൊരു ഭർത്താവാണല്ലോ എന്നപ്പോൾ ഉള്ളത്. എന്നിട്ടും വല്യമ്മയ്ക്ക് ഉള്ളത് കൊണ്ട് എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നു. മോളെ, ജീവിതം ഇട്ടെറിഞ്ഞു പോവാൻ ഒരു പ്രയാസവും ഇല്ല, അത് ആരെ കൊണ്ടും പറ്റും. എന്നാൽ താളം തെറ്റിയ ജീവിതം നേരെയാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതില നമ്മുടെ മിടുക്ക്. നമ്മുടെ ജീവിതം തകരണം എന്നാഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഞാനിവിടുന്ന് പോയാൽ ഇവിടുത്തെ 2 മരുമക്കളും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. അത്തരം സന്തോഷങ്ങൾ ഒഴിവാക്കാനാ ഞാൻ പോകാതിരിക്കുന്നത്. എന്നാലും വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ തളക്കപ്പെടും എന്ന് ഞാൻ കരുതിയില്ല വല്യമ്മേ. ഇപ്പോൾ അസുഖമുള്ള വല്യമ്മയെ നോക്കുന്നത് കൊണ്ട് സമയം പോകുന്നത് അറിയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തിരുന്ന് ബോറടിച്ച് ചത്തേനെ. എൻ്റെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഭേദമാകട്ടെ. അതിനുശേഷം മോളുടെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ സാധിച്ചു തന്നേക്കാം. ശരി വല്യമ്മേ. ആരും മോളെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഈ വല്യമ്മയുണ്ട്, അത് മോള് ഉറച്ച് വിശ്വസിച്ചോ. നവ്യക്ക് ജലജ ജ്യൂസുമായിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, ഇതാ ജ്യൂസ്. ഓറഞ്ച് അല്ലേ? അല്ല, കമ്പിളി നാരങ്ങ. കണ്ടാൽ അറിഞ്ഞൂടെ ഓറഞ്ച് ജ്യൂസാണെന്ന്? ജ്യൂസ് വാങ്ങിച്ചിട്ട് നവ്യ പറയാണ്, അത് പറയുന്നത് കൊണ്ട് എന്താ ഇത്ര കുഴപ്പം? ജ്യൂസ് അടിച്ചു കൊണ്ടുവന്ന് തന്നതും പോരാ, ഇനി അത് പറയുകയും വേണോ? ഇത് കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞ് പോവോ? എന്നാൽ പിന്നെ കുടിക്കണ്ട. ഉടനെ ഒന്നും ചെയ്യില്ലെന്നാ വിശ്വാസം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മോനും ഇവിടെ നിലനിൽപ്പില്ലല്ലോ. ഈ പറയുന്നതെല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ട്, അതിൻ്റെ കൂടെ സംസാരവും കൂടി വേണ്ട കേട്ടോ. അപ്പോഴാണ് ഒരു വണ്ടി വരുന്നത്. അതിൻ്റെ ശബ്ദം കേട്ട് 2 പേരും നോക്കുകയാണ്. മറ്റാരുമല്ല, അഭിയായിരുന്നു വന്നത്. പറയാണ് അമ്മയോട്, മാറ്. ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോ? കവറുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നവ്യ കവർ വാങ്ങിച്ചിട്ട് തുറന്നു നോക്കുകയാണ്. അപ്പോഴേക്കും അനാമികയും അവിടെ എത്തി. അപ്പം നവ്യ പെട്ടെന്ന് തന്നെ കവർ പൊട്ടിച്ച് കവറിനകത്തുള്ള മോതിരം എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അനാമിക ചോദിക്കുകയാണ്, ഇത് സ്വർണ്ണമാണോ? അപ്പം നവ്യ, കണ്ടിട്ട് എന്ത് തോന്നുന്നു? സ്വർണ്ണത്തിൽ മുങ്ങിത്താഴ്ന്നവരല്ലേ, ഇത് സ്വർണ്ണമാണെന്ന് നോക്ക്, കണ്ടാൽ തിരിയല്ലോ. 916 ആണല്ലോ ജലജ. അപ്പം നവ്യ, ഇത് 2 പവനില്ലേ? ഒട്ടും കുറവില്ല. എന്നാൽ പിന്നെ നീ തന്നെ നിൻ്റെ കൈ കൊണ്ട് എൻ്റെ കയ്യിലിട്ട് തന്നെ. എന്തിനാ, ഇന്ന് നമ്മുടെ നിശ്ചയമാണോ? കല്യാണത്തിന് മുമ്പ് നീ ഡയമണ്ട് എൻ്റെ കഴുത്തിൽ ഇട്ട് തന്നതാ, ഞാൻ പോലും പറയാതെ തന്നെ. ഇപ്പം പിന്നെ എന്താ നിനക്കൊരു പ്രയാസം? വാങ്ങിക്കൊണ്ടുവന്ന ആൾ തന്നെ കയ്യിൽ ഇട്ടു തന്നതാ നല്ലത്. ഇട്ടുതാ. അബി അമ്മയെ നോക്കുകയാണ്. അപ്പോൾ അവനത് വാങ്ങിച്ചിട്ട് കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. ജലജ, എടാ നിനക്കിത് എന്തിൻ്റെ കേടാ? നീ മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു വെറും തൊഴിലാളി മാത്രമാണ്.
അങ്ങനെയുള്ള നിനക്ക് ഇതിനൊക്കെ എവിടുന്നാ പൈസ? അവിയേട്ടന് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ വഴിക്ക് തന്നെയാ അവിയേട്ടനും. അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ സ്വർണ്ണ മുതൽ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമോ? അനാമിക ചോദിക്കാം. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഇന്നെന്താടാ ഇവളുടെ ബർത്ത്ഡേ ആണോ? അപ്പോൾ നവ്യ പറയാണ്, ബർത്ത്ഡേ വരുന്നേ ഉള്ളൂ, അതിനൊന്നും പോരാ. അന്ന് എനിക്ക് നല്ലൊരു ഡയമണ്ട് നെക്ലേസ് തന്നെ വേണം. ആദ്യവൻ വാങ്ങിത്തരും അല്ലേടാ? നിനക്ക് എന്താടാ അബി പറ്റിയത്? അത് പിന്നെ മലക്ക് പോകാൻ മാലയിട്ടിരിക്കുമ്പോൾ ഭാര്യമാർ എന്ത് പറയുമ്പോൾ കേൾക്കണം എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു? ഒരു ജോത്സ്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാ. മല കയറുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ ഭാര്യമാർ തൃപ്തരായിരിക്കണമെന്ന്. എന്നാൽ പിന്നെ നിനക്കൊരു സ്വർണ്ണ കിരീടം ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ വാങ്ങിത്തന്നേനല്ലോ. ഈ സമയത്ത് എന്ത് പറഞ്ഞാലും ഇവൻ വാങ്ങിത്തന്നിരിക്കും. ആ സമയത്ത് അനാമിക ചിന്തിക്കുകയാണ്, എന്നെ കെട്ടിയിട്ടുണ്ട് ഒരു കിഴങ്ങൻ, അവനെ കാലിണക്ക് കൊള്ളത്തില്ല. സെലക്ഷൻ കൊള്ളാം കേട്ടോ, അത് പുതിയ ഫാഷനാ. പിന്നെ എത്രയായടാ? അത് പിന്നെ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് ആയതുകൊണ്ട് നിക്കൂലി പകുതി എടുത്തുള്ളൂ. എന്നാലും 2 പവന് 1.25 അടുത്ത് കാണത്തില്ലേ? അതൊക്കെയായി. ക്രെഡിറ്റ് കാർഡിൽ ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട് നിനക്ക്. ഇതൊക്കെ നീ എപ്പോൾ തീർക്കും? അതൊക്കെ ഇവൻ തീർത്തോളും. അതിൻ്റെ പേരിൽ ഇവിടെ ആരും വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അമ്മയാൻ പോകുന്ന നിൻ്റെ ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛൻ കൊണ്ടുതന്ന സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ അതും പറഞ്ഞു പോയി. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, എടാ നിനക്കിത് എന്തിൻ്റെ കുഴപ്പാ? ഇട്ട് പോയമ്മേ, അവൾ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അമ്മയെ തളക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നെയോ? അതെ. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, അതെങ്ങനെയാ അപ്പച്ചിയെ തളക്കുന്നത്? ഞാനും അത് ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല. അവൾ എന്ത് പറഞ്ഞാലും അപ്പച്ചി ചെയ്തു കൊടുക്കുമല്ലോ. അവളെ എന്താ അപ്പച്ചിക്ക് പേടിയാണോ? അത് പിന്നെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കണം എന്നാണല്ലോ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അതൊക്കെ കേട്ടേ പറ്റത്തുള്ളൂ മോളെ. എന്നെ ഉപദേശിക്കാറുണ്ട് 2 പേരും. എന്നിട്ട് കാര്യത്തോടടുക്കുമ്പോൾ നിങ്ങളും അവൾമാരെ സഹായിച്ചുകൊണ്ടിരിക്കുക. അവളും പിന്നെ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവാണ്. നീ എവിടെയാ പോകുന്നത്? അത് പിന്നെ അമ്മ മാല മോഷ്ടിച്ച് അവളുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചില്ലേ, അതിൻ്റെ വിഷ്വൽസൊക്കെ അവളുടെ കയ്യിലുണ്ട്. അവൾ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ എൻ്റെ തലയെടുക്കാൻ അവൾ പറഞ്ഞാലും നീ എടുക്കുമല്ലോ. അനിയ അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. അതേസമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അനിയെ കണ്ടപ്പോൾ പറയാണ്, സമാധാനമായി. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം കഥ എഴുതുന്നത് കണ്ടല്ലോ. എന്താ വിഷയം? ദുരന്ത ദാമ്പത്യം. അത് പ്രണയിച്ച് നല്ല രീതിയിലാവാൻ വലിയ താമസമൊന്നുമില്ല. അനാമിക അവരോട് പറയാണ്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നിൻ്റെ ജ്വല്ലറിയിൽ പുതിയ മോഡൽ ആഭരണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നത് എനിക്കായിരിക്കില്ല, അവൾക്കായിരിക്കും. അപ്പോൾ അനി പറയാണ്, വഴക്കുണ്ടാക്കാൻ വേണ്ടി പുതിയ വിഷയമായിട്ട് വരികയാണോ? നിൻ്റെ അഭിയേട്ടന് പോലും അയാളുടെ അഹങ്കാരിയായ ഭാര്യയോട് സ്നേഹമുണ്ട്, സിമ്പതിയുണ്ട്. അതുകൊണ്ടെന്താ 2 പവൻ്റെ സ്വർണ്ണമോതിര അയാൾ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തത്? ആര്? അബിയോ? അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അമ്മയല്ലേ അയാൾ. അതിൻ്റെ സ്നേഹം അയാൾക്ക് കാണാതിരിക്കുമോ? നിനക്കാ എന്നോട് ഒരു സ്നേഹവും ഇല്ലാത്തത്. അബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കാണും. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അയാൾക്ക് അയാളുടെ ഭാര്യയോട് സ്നേഹം, അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ആരോടും സ്നേഹമില്ലാത്ത ഒരുത്തനാ അബി. അവനെയല്ലാതെ മറ്റാരെയും ഇന്നേ വരെ സ്നേഹിച്ചിട്ടില്ല. അക്കാര്യത്തിൽ നിങ്ങൾ 2 പേരും ഒരുപോലെയാ. അവനവനെ സ്നേഹിക്കുന്ന പ്രകൃതക്കാരാ നീയും അവനും ഒക്കെ. അബിയേട്ടൻ അങ്ങേരുടെ ഭാര്യയ്ക്കൊരു സ്വർണ്ണമോതിരം വാങ്ങിച്ചു കൊടുത്തത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനിക്ക് സ്വർണ്ണത്തോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാനത് ആർക്കും വാങ്ങിച്ചു കൊടുക്കാറുമില്ല. സ്വർണം തന്നിട്ടുള്ള സ്നേഹമൊന്നും എനിക്ക് വേണ്ട. ഇങ്ങനൊരു മറുപടി തന്നെയാ നിൻ്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. അവളുമാരും ഇടുക്കികളാ. ഇളയവൾ ഒരു ചെല്ലം നിറയെ സ്വർണം സ്വന്തമാക്കി. അതിന് പിന്നാലെ പിശുക്കനായ നിൻ്റെ ഏട്ടൻ അവൻ്റെ കയ്യിൽ നിന്നും അടുത്തവളും സ്വർണം വാങ്ങി. എനിക്ക് മാത്രം ഇതിനുള്ള ഭാഗ്യമില്ല. അർഹതയില്ലാതെ നിന്നിട്ടും നിനക്കൊരു ചെല്ലം നിറയെ സ്വർണം വല്യമ്മ തന്നില്ലേ? അത് തന്നതിൻ്റെ അടുത്ത നിമിഷം തന്നെ അതിൽ നിന്ന് ഒരു വലിയ മാല കാണാതാവുകയും ചെയ്തില്ലേ? അന്നത് പോലീസ് കേസ് ആയെങ്കിലും ഉറപ്പായിട്ടും യഥാർത്ഥ കള്ളിമാർ നിൻ്റെ ഏട്ടത്തിമാരാ. അത് പോലീസുകാർ പറഞ്ഞെങ്കിൽ നിനക്ക് മനസ്സിലായേനെ. വീടത്തിയുടെ കാര്യം എനിക്കറിയില്ല. അവർ മോഷ്ടിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. നേനേടത്തിക്ക് പണത്തോടും സ്വർണത്തിനോടൊന്നും ഒരർത്ഥവുമില്ല. അതുകൊണ്ട് അവരെ നിൻ്റെ ഗണത്തിൽ പെടുത്തണ്ട. നന്നാവത്തില്ലടാ, ഒരിക്കലും നന്നാവത്തില്ല. അവളുമാരെല്ലാം നിൻ്റെ കണ്ണിലെ പരിശുദ്ധികളാ. ഞാൻ മാത്രം കൊള്ളരുതാത്തവൾ.
എന്ന് പറഞ്ഞ അനാമികയും അവിടെ നിന്ന് പോയി. അഭി ഫോണെടുത്ത് നോക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2-3 കാമുകിമാരുടെ കൂടെ കറങ്ങിത്തിരിഞ്ഞ് നടന്നതിന് നല്ലൊരു തുക ചിലവായി. അതിൻ്റെ കൂടെയാണിപ്പോൾ 1.25 ലക്ഷം രൂപ പോയത്. എന്ത് ചെയ്യാനാ, പൈസ പോകുന്നതിന് ഒരു പഞ്ഞവും ഇല്ല. അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വന്നത്. നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഒന്നും കൂടുതൽ ആലോചിച്ച് കൂട്ടണ്ട. എൻ്റെ അമ്മ ആഭരണങ്ങൾ മോഷ്ടിച്ചിട്ട് എൻ്റെ അമ്മയുടെ ബാഗിൽ വെച്ചതിൻ്റെ വിഷ്വൽസ് എൻ്റെയും നയനയുടെയും ഫോണിൽ ഉണ്ട്. അതിൻ്റെ കൂടെയാ ഒരിക്കലെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നീ മൂക്കറ്റം ആഹാരം കഴിച്ചിട്ട് വന്നത്. അതിൻ്റെ ദൃശ്യം ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയത്. അതുകൊണ്ട് മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ നീ കുറച്ച് ഒതുങ്ങിയേ പറ്റൂ. നിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ പിന്നെ നീ ശരിക്കും വീഴും. പിന്നെ ഞാൻ വീഴ്ത്തും. ഇതുപോലെ അവസരം മുതലാക്കുന്ന ചേച്ചിയെയും അനിയത്തിയെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനേ അവസരം മുതലാക്കാറുള്ളൂ. എൻ്റെ അനിയത്തിയെ, അവളെപ്പോലെ പാവപ്പെട്ട പെൺകുട്ടികളെ ഈ ലോകത്ത് കാണാൻ കഴിയില്ല. മനസ്സിലാവാത്തത് നിൻ്റെ അമ്മയ്ക്കും ജാനകി അമ്മയ്ക്കും പിന്നെ അവളുടെ അമ്മായിയമ്മയ്ക്കും മാത്രം. ബാക്കി എല്ലാവർക്കും അറിയാം എൻ്റെ നയനയുടെ മഹത്വം എന്താണെന്ന്. വെച്ചാൽ മഹാനായ അച്ഛൻ്റെ മക്കളല്ലേ, പിന്നെ എങ്ങനെ മഹത്വം ഇല്ലാതിരിക്കും? എടാ, എൻ്റെ അച്ഛൻ ആരെയും പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത്. അമ്മയ്ക്ക് കുറച്ച് അത്യാഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും നിലമറന്ന് പെരുമാറരുത് എന്ന എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതേപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട. അനന്തമൂർത്തി എന്ന വലിയ മനുഷ്യൻ്റെ പേര് കേട്ട തറവാട്ടിൽ അങ്ങനെ കയറി വരാൻ കഴിഞ്ഞത് തന്നെ നിൻ്റെയൊക്കെ മുൻജന്മ സുഹൃത്താ. എടാ, വലിയ തറവാടും പത്രാസും ഒക്കെ കയറി വരുന്ന സമയത്തേ ഉള്ളൂ. കഴിഞ്ഞാൽ പിന്നെ അവൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് സ്നേഹം ഉണ്ടായിരിക്കണം. അവൾക്ക് വേണ്ട സംരക്ഷണവും പരിചരണവും കൊടുക്കണം. ആ ജീവിത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ജീവിതം. അല്ലാതെ വലിയ തറവാടുണ്ട്, കുറേ സമ്പത്തുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ എന്നെയും എനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചില്ലെങ്കിൽ ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ജീവിതം ദാരിദ്ര്യമാണെന്ന്. പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് സ്നേഹിക്കുമ്പോഴാണ്, അവളെ വിശ്വസിക്കുമ്പോഴാണ്, അവളെ ആത്മാർത്ഥമായിട്ടൊന്ന് അടക്കി പിടിക്കുമ്പോഴാണ് അവൾ സമ്പന്നയാവുന്നത്. എന്നാൽ എൻ്റെ ചിന്ത അങ്ങനെയല്ല. പണമുള്ളവനാണ് സമ്പന്നൻ. അതുകൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അത് നിനക്ക് പണം ഉണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ള പെൺകുട്ടികളെ നീയും നിനക്ക് സ്വന്തമാക്കാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുരുഷൻ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ സമ്പന്നയാവുന്നത്. നവ്യ അഭിയോട് കാര്യം ഗൗരവത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.